പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യമായിട്ട് തൻ്റെ കരുണയും സ്നേഹവും നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ, ആ കരുണയിൽ ആ സ്നേഹത്തിൽ അവൻ്റെ തിരുഹൃദയത്തോട് നമ്മൾ ചേർന്ന് ഇരിക്കുവാനായിട്ട് കർത്താവ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവ് നമുക്ക് നൽകുന്നത് അവൻ്റെ സ്നേഹമാണ്, അവൻ്റെ കരുണയാണ്. അവൻ്റെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയിറങ്ങുന്ന തിരുരക്തം കൊണ്ട് അവൻ നമ്മെ കഴുകി വിശുദ്ധീകരിക്കുകയാണ്. ദിവ്യകാരുണ്യം എല്ലാ നിമിഷങ്ങളിലും നമ്മെ വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ അനുഭവമാണ്. ഈ നിമിഷങ്ങളിൽ കർത്താവ് എന്നെ ചേർത്ത് പിടിക്കുന്നു, അവൻ്റെ കരുണയും സ്നേഹവും എന്നിലേക്ക് വർഷിക്കുന്നു. ഈ വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുവാൻ, നമ്മെ അവൻ്റെ സ്നേഹത്തോട് കരുണയോട് തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ കടന്നു വരുന്ന നമ്മുടെ പൊന്നു തമ്പുരാനെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ കുരിശിലെ കർത്താവിൻ്റെ 7 തിരുമൊഴികളിൽ 4-ാമത്തെ തിരുമൊഴിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ 46-ാം വചനം, ഏലി ഏലി ലാമ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ബൈബിൾ പണ്ഡിതന്മാര് ഇതിനെ പാപപരിഹാരത്തിൻ്റെ ദൈവശാസ്ത്രമെന്നാണ് വിളിക്കുന്നത്. 3 മണിക്കൂർ നേരത്തോളം കുരിശിൽ നിശബ്ദനായിട്ട് ഈശോ കിടക്കുകയാണ്. ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ, അതായത് ദിവസത്തിൽ 12-ാം മണിക്കൂർ മുതൽ 3 മണി വരെ ആ നിമിഷം സൂര്യൻ അസ്തമിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. സൂര്യൻ അതിൻ്റെ ഉച്ചസ്ഥായിലായിരിക്കേണ്ട സമയമാണ്. തികച്ചും അസ്വാഭാവികമായിട്ട് സൂര്യൻ ഇരുണ്ടു പോകുന്നു. ആ മണിക്കൂറിൽ കർത്താവിൻ്റെ മനസ്സിലൂടെ ഒരുപാട് മുഖങ്ങൾ കടന്നു വരികയാണ്. അവനവൻ്റെ മാതാപിതാക്കളെ പറ്റി ഓർമ്മിക്കുന്നു, സഹോദരങ്ങളെ പറ്റി ഓർമ്മിക്കുന്നു, സ്നേഹിതരെ പറ്റി ഓർമ്മിക്കുന്നു, ശത്രുക്കളെ പറ്റി പോലും ഈശോ ആ നിമിഷങ്ങളിൽ ഓർത്തു പോകുകയാണ്. അവസാനമായിട്ട് പിതാവായ ദൈവത്തിൻ്റെ മുഖം ഈശോയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. പെട്ടെന്ന് ഞെട്ടിയുണർന്ന് ഈശോ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഏലി ഏലി ലാമ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന്. 22-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വചനമാണ് ഈശോ അവിടെ പ്രാർത്ഥിച്ചത്. മിശിഹായുടെ കുരിശുമരണത്തെ പറ്റിയുള്ള പ്രവചന സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. തൻ്റെ പൂർവ്വപിതാവായ ദാവീദിൻ്റെ പ്രവചന സങ്കീർത്തനം ഈശോ തൻ്റെ ഭാഷയായ അറാമയിക്കിൽ ഉച്ചരിക്കുകയാണ്. ഇത് അഗാധമായ വികാരത്തിൻ്റെ വേദനയുടെ നിമിഷങ്ങളാണ്. പ്രകൃതിയുടെ അന്ധകാരമയമായ ആ നിമിഷങ്ങളിൽ ഈശോയുടെ മനസ്സിലേക്ക് ഓടി വന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. ഉപേക്ഷിക്കപ്പെടലിൻ്റെ, വേദനയുടെ, ഒറ്റപ്പെടലിൻ്റെ, തിരസ്കരണത്തിൻ്റെ. ഈശോ പലരെയും ഓർത്തുപോകുകയാണ്. ഒറ്റിക്കൊടുത്തവനെ, പരിത്യജിച്ചവനെ, മുഖത്ത് തുപ്പിയവനെ, കുരിശിൽ തറച്ചവനെ. ശാരീരിക മാനസിക വേദനകളേക്കാൾ എത്രയോ വലുതാണ് ആത്മീയമായ
വേദന. അവൻ പ്രാർത്ഥിച്ചു പോകുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന്. നിലവിളിച്ചുകൊണ്ട് ഈശോ തൻ്റെ വേദനയെയും തൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന മുഖങ്ങളെയും എല്ലാം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. നിർദോഷിയെ നിഷ്ഠൂരമായി ക്രൂശിച്ചപ്പോൾ പ്രകൃതി പോലും പ്രതികരിച്ചു പോകുന്നു. ലോകത്തിന്റെ പ്രകാശമായ ദൈവത്തെ മനുഷ്യൻ ക്രൂശിച്ചപ്പോൾ ലോകത്തിന്റെ വെളിച്ചമായ സൂര്യൻ കണ്ണടച്ചു പോവുകയാണ്. മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവപുത്രനായ ക്രിസ്തു, അനാദി മുതൽ ദൈവമായിരുന്ന അവിടുന്ന് യാതൊരു കുറ്റവും ചെയ്യാത്തപ്പോഴും ഏറ്റവും അപമാനിതനായി കുരിശിൽ തറയ്ക്കപ്പെടുന്നു. അവൻ ദൈവത്തിൻ്റെ പാപപരിഹാര ബലിയായി തീർന്നുകൊണ്ട് സകല മനുഷ്യരുടെയും പാപങ്ങളുടെ പരിഹാരമായിട്ട് സ്വന്തം ജീവൻ സമർപ്പിച്ചുകൊണ്ട് എല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹ കാൽവരിക്കുന്നിൽ കുരിശിൽ ലോകപാപങ്ങളുടെ പരിഹാരമായിട്ട് മാറിയപ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളുടെ പാപങ്ങളുടെ പരിഹാരമായി തീരുകയായിരുന്നു അവൻ്റെ കുരിശിലെ മരണം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പാപത്തിന് ശിക്ഷയുണ്ട്. ദൈവമായ ക്രിസ്തു കുരിശിലെ തൻ്റെ മരണം വഴി പാപത്തിൻ്റെ ഫലമായ എല്ലാ ശിക്ഷകളെയും ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ചുകൊണ്ട് അവൻ അർപ്പിച്ച ആ കുരിശിലെ ബലി വഴി നമ്മുടെ ജീവിതത്തെ രക്ഷിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് വിമോചിതരാകുവാനുള്ള സ്വർഗത്തിൻ്റെ വിളി നമുക്ക് പകർന്നു തരികയാണ്. ഏലി ഏലി ലമ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന ഈ തിരുമൊഴി അന്ധകാരത്തിൻ്റെ പിടിയിലമർന്നവർക്ക് പ്രത്യാശയേകുന്ന ഒരു തിരുമൊഴിയാണ്. സകലത്തിലും നമ്മെ പോലെ കഠോര വേദന അനുഭവിച്ചവനായ ക്രിസ്തു വേദനയിലും കുരിശുമരണത്തിലൂടെയും സഹന ജീവിതത്തിലൂടെയും നമുക്ക് മുമ്പേ കടന്നുപോയവനാണ്. വേദനയുടെ നടുവിൽ പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് പ്രത്യാശ നൽകുന്ന ഒരു തിരുമൊഴിയാണ് ഏലി ഏലി ലമ സബക്താനി എന്നത്. കാരണം നമ്മുടെ വേദന എന്തു തന്നെയായാലും നമ്മുടെ ദൈവമായ അവിടുന്ന് തൻ്റെ ജീവിതത്തിൽ അതെല്ലാം ശരിക്ക് മനസ്സിലാക്കിയിട്ടുള്ളവനാണ്. കുരിശുമരണത്തിലൂടെ പീഡാസഹനത്തിലൂടെ നമ്മുടെ വേദനയുടെ ആഴമെന്തെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവം കണ്ണടച്ചു കളഞ്ഞുവെന്ന് തോന്നുമ്പോൾ ഈ വചനം നമുക്ക് ശക്തി പകർന്നു നൽകും. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരൂ എന്ന് പറഞ്ഞവൻ നമ്മെ ചേർത്ത് പിടിക്കുകയാണ് ഈ വചനത്തിലൂടെ. കർത്താവ് കുരിശിൽ കിടന്ന് നിലവിളിക്കുന്നതിനപ്പുറം 22-ാം സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ട് അവിടുന്ന് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വേദനയുടെ നടുവിൽ മനുഷ്യര് പല വിധത്തിലാണ് പ്രതികരിക്കുന്നത്. എന്നാൽ കർത്താവ് തൻ്റെ വേദനയുടെ നിമിഷത്തിൽ 22-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വചനം ഉരുവിട്ടുകൊണ്ട് എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അമ്മിഞ്ഞ പാലിനോടൊപ്പം അമ്മ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയായിരുന്നു ഇത്. മാലാഹായുടെ സന്ദർശനം മുതൽ കുരിശിന്റെ ചുവട്ടിൽ വരെ അമ്മ തൻ്റെ സഹനങ്ങൾ ഏറ്റെടുത്തത് ഈ വചനങ്ങൾ ജീവിതത്തിൽ ഉരുവിട്ടുകൊണ്ടായിരുന്നു. കുരിശിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അതികഠോരമായ വേദനകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നപ്പോൾ കുഞ്ഞുനാളിൽ അമ്മ പഠിപ്പിച്ച ഈ പ്രാർത്ഥന എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ ഈശോയെ പ്രാപ്തനാക്കുകയാണ്. പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും വേദനകളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന, ദൈവവചനം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ രീതി എല്ലാ വിഷമതകളെയും അതിജീവിപ്പിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും. ലോകത്തിൽ പ്രിയമുള്ളവരെ, നമ്മെ ബലപ്പെടുത്തുന്ന ഒന്നേയുള്ളൂ, അത് ദൈവവചനമാണ്. വലിയ വേദനയുടെ സമയത്ത് നാം ആശ്രയിക്കേണ്ടത് ദൈവവചനത്തെയാണ്. തുറന്നു വായിക്കേണ്ടത് ബൈബിളാണ്. കൃത്യമായ വചനം നൽകി
നമുക്ക് ആശ്വാസമായി, സൗഖ്യമായി, മാർഗനിർദ്ദേശമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് മാംസമായിട്ട് കടന്നു വരും. മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിതത്തിൽ നവീകരിക്കപ്പെടുവാനായിട്ട് വലിയ ശക്തി നൽകിക്കൊണ്ട് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. പ്രിയമുള്ളവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട്, കർത്താവിൻ്റെ പീഡാസഹനങ്ങളെപ്പറ്റി ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏലി ഏലി ലാമ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന ഈശോയുടെ കുരിശിൽ കിടന്ന് പിടഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ, വേദനയുടെ നിമിഷത്തിൽ വലിയ ശക്തിയായിട്ട് ദൈവവചനം ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമ്മെ ശക്തരാക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വചനത്തെ പറ്റി ധ്യാനിച്ചുകൊണ്ട് ദൈവകരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ വചനം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ഏവരെയും കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈനിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ കർത്താവ് തൻ്റെ കരുണ വർഷിച്ച് തൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കട്ടെ. വേദനകളും മുറിവുകളും ഒക്കെ ഉള്ളവരെ കർത്താവ് തൻ്റെ വചനം നൽകി ആശ്വസിപ്പിക്കട്ടെ. രോഗികളെ സൗഖ്യപ്പെടുത്തട്ടെ. നമ്മായിരിക്കുന്ന അവസ്ഥയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച്, കർത്താവെ കരുണ, സ്നേഹം എന്നിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് വലിയ ആത്മീയ വർഷമായിട്ട് എല്ലാം എൻ്റെ ജീവിതത്തെയും എൻ്റെ വേദനകളെയും ഏറ്റെടുത്തുകൊണ്ട് എന്നെ ഈ നോമ്പുകാലത്ത് വിശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ, എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമാപന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.